Welcome everyone. Christmas shouldn't be only about gifts. It should be about love, kindness, compassion, and forgiveness. And to give and to be someone's angel when they need it the most. This Christmas season, the Sugarland Prayer Group presents to you a play, Christmas, a Season of Forgiveness. പപ്പനെ നീ ആ താറാവ് മേടിച്ചോ? വൈകിട്ട് വരുന്ന ദാസനും വിജയനും താറാവ് കറിയാണടാ ഇഷ്ടം. എൻ്റെ അപ്പച്ച, ഞാൻ ഫാമിലോട്ട് കയറുന്നേ ഉള്ളൂ. ഞാൻ ഇപ്പം മേടിച്ചോണ്ട് വരാം. എന്നാ ശരി അപ്പച്ച, ബായ്. ഇവന്മാർക്ക് ക്രിസ്മസ് ആയിട്ട് വല്ലതും ബീഫോ മട്ടനോ കഴിക്കുന്നതിന് പകരം താറാവേ കഴിക്കൂ. ആ പോട്ടെ. അയ്യോ, ആ ഭാഗ്യത്തിന് സ്ക്രീൻ പൊട്ടിയില്ല. ആ ഇതെന്തുവാ? ഇത് കൊള്ളാം. താറാവോ? ഇതാരാ ഇവിടെ ഇട്ടിട്ട് പോയത്? മോനെ, മനസ്സിൽ ലഡ്ഡു പൊട്ടി. വൺ വെടി ടു ബേർഡ്സ്. മുതലാളിക്ക് താറാവും കാശന്റെ പോക്കറ്റിലും. മോനെ പപ്പ, മേരി ക്രിസ്മസ്, മേരി ക്രിസ്മസ്, മേരി ക്രിസ്മസ്. എടാ പപ്പനെ എത്തറ്റമായിടാ, കറി അടുപ്പേ കയറ്റിയോ? അമ്മച്ചി എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? അവനെല്ലാ സമയത്ത് റെഡിയാക്കിക്കോളും. ഇവിടെ എനിക്ക് മാത്രമേ ഉള്ളൂ ചിന്ത. എല്ലാവരും കയ്യിൽ ഓരോ സാധനം കുത്തിക്കൊണ്ടിരിക്കുക. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എല്ലാവരും? നമ്മുടെ ഷുഗർലാൻഡ് മ്യൂസിയം ദാ ന്യൂസിലുണ്ട്. അവിടെ എന്തോ ബഹളം നടക്കുന്നുണ്ട്. പോലീസൊക്കെ ഉണ്ടല്ലോ. ആ ടീപ്പോടെ ഓളി ഒന്ന് കൂട്ടിക്കേ. This is Anita Abraham from WSUG 59 reporting live from the Sugarland Museum. We can now report that the star of the gem exhibit, the Blue Diamond, is missing from the Sugarland Museum. The diamond was put on display last week. The exhibit is supposed to be there until the new year. We have the museum curator, Mr. Paul Alex, with us to tell us more. Mr. Alex, can you tell us more? The Blue Diamond was a rare stone from the 5th century. It was a special exhibit for the Christmas season. Today morning, we discovered that the diamond is missing. Did the alarm go off or the security cameras pick up anything, Mr. Alex? Because of the heavy thunderstorm last night, we lost the power. So it was pitch dark. The camera didn't pick up anything. For some reason, the alarm didn't go off. Thank you, Mr. Alex. You are welcome. We hope the Blue Diamond will be found soon. We have Officer Jacob from the Sugarland Police Department to give us the latest update. The Sugarland Police Department is investigating into this. We are reviewing the crime scene. We do have a couple of leads. We will bring the culprits to justice. We ask the public to contact us if they have any information related to this case. Thank you, Officer Jacob. That's all from here. We will update you when we find more details. Thank you. Returning to the studios. അയ്യോ, ആ ബ്ലൂ ഡയമണ്ട് മിസ്സായോ? ഞാനതൊന്ന് ക്രിസ്മസ് കഴിഞ്ഞ് കാണാൻ പോകണമെന്നും കരുതി ഇരിക്കുമായിരുന്നു. ആ ഷൈനി കണ്ടിട്ട് വന്ന് പൊങ്ങച്ചടിച്ചപ്പം മുതൽ ഞാൻ വിചാരിക്കുന്നതാ ഒന്ന് കാണാൻ പോകണമെന്ന്. റിയലി റെൻസി, അതുകൊണ്ടായിരിക്കും അത് ചിലപ്പം മിസ്സിങ് ആയത്. ആരാണാവോ അത് കട്ടത്? അവന് കക്കാൻ കണ്ട ഒരു നേരം. ഇതുപോലെ ഇച്ചാനെ കൊണ്ട് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് മേടിപ്പിക്കണമെന്നും കരുതി ഇരിക്കുമായിരുന്നു. ഇനി ഞാൻ ക്രിസ്മസ് പാർട്ടിക്ക് എന്തോ ഇട്ട് ഷൈനിയുടെ മുമ്പിൽ ഷൈൻ ചെയ്യും. ദൈവമേ, ഞാൻ രക്ഷപ്പെട്ടു. എന്തുവാണ് നീ അവിടെ പാത്തു വെക്കുന്നേ? ഒന്നുമില്ല അമ്മച്ചി. കള്ളം പറയല്ലേ. നീ എന്തോ പാത്തു വെക്കുന്നു ഞാനിപ്പോൾ കണ്ടല്ലോ. അത് അമ്മച്ചി, അത് പിന്നെ ഇതിപ്പോ താറാവിന്റെ അകത്തുനിന്ന് കിട്ടിയതാ. എൻ്റെ ദൈവമേ, താറാവിൻ്റെ അകത്ത് നിന്നോ? ഏത് കടയിലാടാ ഇങ്ങനത്തെ താറാവിനെ കിട്ടുന്നത്? എന്താ തിളക്കം?
ഓ മൈ ഗാഡ്, ഇതാ മ്യൂസിയത്തിൽ നിന്ന് കളഞ്ഞു പോയ ബ്ലൂ ഡയമണ്ട് അല്ലേ? എടാ, നീയാണോ അത് പോയി കട്ടത്? ഞാനല്ല, എനിക്കറിയില്ല, ഞാൻ ഇപ്പോഴാണ് ഇത് കണ്ടത്. ഇപ്പൊ തന്നെ ഇത് പോലീസിനെ വിളിച്ച് റിട്ടേൺ ചെയ്തേക്കണം. അടിപൊളി അപ്പച്ച. എന്നിട്ട് വേണം ഫാമിലി ആയിട്ട് ജയിലിൽ പോയി ഒരു വടക്കൻ സെൽഫി എടുക്കാൻ. വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടേ പറ എൻ്റെ അപ്പച്ച. ഇനിയിപ്പം എന്താ ചെയ്യാ? വൈകിട്ട് ആ ദാസനും വിജയനും വരുന്നുണ്ടല്ലോ. അവർ വലിയ സിഐഡികളല്ലേ. അവരോട് ഇത് അന്വേഷിക്കാൻ പറഞ്ഞാലോ? ഞാൻ അവരെ ഇപ്പം തന്നെ വിളിച്ചേക്കാം. എടാ പപ്പനെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആരെയാ കാണണ്ടേ? We are CIDs from India. CID Dasan, CID Vijayan. ദേ സാറേ, ഇവരെ എത്തി. വെൽക്കം. വന്നാട്ടെ. വി വർ വെയിറ്റിംഗ് ഫോർ യു. നമ്മൾ ഇത് ഫോണിൽ സംസാരിച്ചാന്നല്ലോ. ഇവിടുത്തെ പോലീസിൻ്റെ അടുത്ത് പോയാൽ ഞങ്ങൾ പ്രശ്നത്തിലാണ്. പ്ലീസ് ഇതെങ്ങനെയും ഒന്ന് സോൾവ് ചെയ്ത് തരണം. ഡോണ്ട് വറി മിസ്റ്റർ ജോർജ്, ദ CID ഗോട്ട് ദിസ്. ഞങ്ങൾ ഈ കേസ് തെളിയിച്ചിരിക്കും. നീ ആണോടാ ഈ താറാവിനെ വാങ്ങിച്ചേ? അതെ സാറേ. എന്താ നിന്റെ പേര്? പപ്പൻ സാറേ. എവിടുന്നാ വാങ്ങിച്ചേ? ഇവിടെ അടുത്തൊരു ഫാം എന്നാ മേടിച്ച സാറേ. റെസീറ്റ് വല്ലതും ഉണ്ടോ? ഇല്ല സാറേ, കളഞ്ഞു അത്. ഇവനെ കണ്ടാൽ തന്നെ ഒരു കള്ള ലക്ഷണമുണ്ട്. റെസീറ്റ് ഇല്ല. നിന്റെ കയ്യിൽ നിന്നാണ് ബ്ലൂ ഡയമണ്ട് കിട്ടിയത്. ഞാൻ അപ്പോഴേ വിചാരിച്ചതാ കള്ളൻ ഇവൻ തന്നെ. ദാസ, ഇവനെ ഇപ്പം പിടിച്ചിട്ട് പോലീസിൽ ഏൽപ്പിക്കണം. വേണ്ട, ഞാനെല്ലാം പറയാം സാറേ. ഞാനിത് മേടിച്ചതല്ല, ഇതെനിക്കൊരു ഫാമിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് വീണ് കിട്ടിയത്. ഈ സഞ്ചി തുറന്ന് നോക്കിയപ്പം ഇതിനകത്തൊരു താറാവിനെ കണ്ടു, ഫ്രഷ്. അത് ഞാൻ മെരി ക്രിസ്മസ് എന്ന് പറഞ്ഞ് വീട്ടിലോട്ടങ്ങ് കൊണ്ടുവന്നു സാറേ. ഇത് കണ്ടിച്ച് നോക്കിയപ്പോഴാണ് ഇതിനകത്ത് ഈ സാധനം കിട്ടിയ സാറേ. അതല്ലാതെ വേറെ എനിക്കൊന്നും അറിയത്തില്ല. ബ്ലൂ ഡയമണ്ട് മാത്രമല്ല, ഇതിൻ്റെ അകത്തൊരു വാച്ച് ഉണ്ടല്ലോ. ഇത് ആരുടെ വാച്ചാണ്? എനിക്കറിയത്തില്ല സാറേ. ഇതും ഉണ്ടല്ലോ, ആ വാച്ചും. ഈ കീറിയ തുണിയുടെ ബാക്കി ആരായി ഇട്ടുകൊണ്ട് നടക്കുന്നേ? അവനാണ് നമ്മുടെ കള്ളൻ. CID വിജയൻ, gather all evidence. നമുക്ക് ഫാമിൽ പോകാം. Follow me. CID ദാസൻ, 1 minute. എടാ ദാസ, മനുഷ്യനെ കൊച്ചാക്കുന്ന ഈ സ്വഭാവം നിന്റെ രക്തത്തിൽ പണ്ടേ ഉള്ളതാ. എനിക്കിത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ദൈവം നിനക്ക് ഇച്ചിരി ബുദ്ധി കൂടുതൽ തന്നിട്ടുണ്ടെങ്കിൽ കേസ് തെളിയിക്കാനുള്ള ഭാഗ്യം എനിക്കും തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ CIDs ഇത് ഒരുമിച്ച് തെളിയിക്കുന്നു. ഓക്കെ? Hi there. Welcome to the farm. I'm Teresa. How can I help you? Hi. We are CIDs from India working on a local case here and have some questions for you. What is CID? I never heard of that before. CID is just like FBI, Criminal Investigations Department. Do you recognize this watch? Yes. Is this yours? Where did you find this? This watch belongs to my brother. I gifted this to him last year on his birthday. In fact, he was here searching for it. Let me text him. He will be here soon. Does he work here? No, he works as a curator at the Sugarland Museum. He's been stressed out ever since the blue diamond went missing. Okay. എടാ വിജയ, ഇവിടെ എന്തോ ചീഞ്ഞ നാരനുണ്ട്. താറാവിൻ്റെ ഫാമിൽ നിനക്ക് പിന്നെ പെർഫ്യൂമിൻ്റെ സ്മെല്ല് വരുമോ? മണ്ടത്തരം പറയാതെടാ വിജയ, ഞാൻ കേസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. Oh, thank you very much for finding my watch, Teresa. I have been looking for it all over the place. Where did you find my watch? It was in this bag along with a duck.
Teresa, could you please excuse us? We would like to talk to Paul in private. Mr. Paul, are you looking for this? The blue diamond that you stole from the museum? I didn't do this. Stop accusing me. Look at this torn fabric. It matches exactly like your coat. Mr. Paul Alex, we have all the evidence against you. CID Vijayan, call the police. No. Please do not call the cops. This is the first time I have done anything like this. I am really sorry. I will do anything you ask for. I will put the diamond back at the museum. Please do not call the cops. I got no other choice. Mr. Paul, tell me, why did you do this? Death. That was my problem. I took a loan for a family emergency. Then my wife fell sick and things went downhill. Bills piled up. Mortgage payment, medical bills, college loans. I am retiring next year. I won't be able to pay these loans back. I was afraid my family will lose everything. Someone offered me a lot of money for the diamond and I fell for it. I have no other choice. Okay, but how did the diamond end up inside the duck? That night, I was doing my routine spot check at the museum. We had lost power due to the heavy thunderstorm. At that moment, the devil came to me. I thought this was my chance to solve all my problems. I did it. I stole that blue diamond. No one saw me. I went home. I was restless. I couldn't sleep. Next day, I went to meet my sister at the farm. I wanted to tell her about my crime, but I couldn't. I did not know where to hide this diamond. Not knowing what to do, I saw a duck with a black spot. I pushed the diamond into the duck's throat. I told my sister I will be coming back in the evening to pick that duck. But when I came back, I saw somebody walking out with my duck. I snatched the bag from him, but suddenly I saw a cop's car. I dropped the bag in the parking lot. I ran away, fearing I would be caught. When I came back, the bag was missing. That's what happened. Please help me. For the sake of my family. Please forgive me. Please forgive me. എന്താ കഥ? ഈ പോൾ പറഞ്ഞതെല്ലാം സത്യമാണോ? ഒരു താറാവിൻ്റെ അകത്ത് ഒരു ഡയമണ്ട് ഇങ്ങനെയൊക്കെ കയറ്റാൻ പറ്റുമോ? എനിക്ക് ആ പപ്പനെ ഇപ്പോഴും വിശ്വാസം പോരാ. അവൻ ഇതിൽ എന്തോ കൈയുണ്ട്. എടാ വിജയ, നീ കൂടുതൽ തല പോകേക്കണ്ട. നമ്മൾ ഈ കേസ് ഓൾറെഡി സോൾവ് ചെയ്തു. ലെറ്റ് മീ ടോക്ക് ടു പോൾ. I'll handle this. Paul, I see that you are truly repenting from heart. And since Christmas is a season of forgiveness, we will give you a chance. CID Vijayan is talking to the folks at the Sugarland Museum and the police department. We will return the blue diamond back to the museum, and your name will not be there in any of the police records. Very kind of you. Thank you very much. Thank you very much for helping my family. Let's go and celebrate Christmas. We have breaking news. This is Anita Abraham from WSUG 59 giving an update regarding the missing diamond. The Sugarland police is reporting that the blue diamond has been turned in. No more details are available at this time. The blue diamond is back at the museum just in time for Christmas. Wishing you all a Merry Christmas. Merry Christmas, everyone. As you have seen, Christmas proves that God loves you and wants to forgive you. God sent His Son from heaven as a baby. He didn't stay in little cradle in the manger. He grew up. He went from cradle to the cross. On the cross, with His arms outstretched, He said,
I would rather die than live without you. That's how much God loves you. That's the reason for Christmas. This Christmas, let's remind ourselves about God's self-giving love and forgiveness. Merry Christmas and happy and a prosperous New Year from Sugarland Prayer Group. Thank you.